ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. അപ്പോൾ ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുഘലായ് ബിരിയാണി. ഇത് അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റുള്ളൊരു ബിരിയാണിയും നല്ല കളർഫുള്ളാണ് കാണാൻ. ഇതൊരു വെറൈറ്റി രീതിയിലാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് ബീഫാണ്. അപ്പോൾ 1 കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 10 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മസാലപ്പൊടികളോട് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ പുറത്ത് ഭയങ്കര കളിയിലാണ്. അപ്പോൾ ഇതാ ബീഫ് ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ചോറ് തയ്യാറാക്കാം. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഒരു 4 ഏലക്കായ, 4 പട്ട, 8 ഗ്രാമ്പു കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു ചെറിയ സവാള കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം എല്ലാം നന്നായി ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ 3 ഗ്ലാസ് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, അത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറിയ പീസാക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞ് ചേർക്കുക. ഈ നാരങ്ങ നീര് ചേർക്കുന്നത് നമ്മുടെ അരി നല്ല വൈറ്റ് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നമുക്ക് വെള്ളത്തിൻ്റെ കണക്ക് വേറൊരു രീതിയിൽ നോക്കാം കേട്ടോ. അപ്പോൾ അരി ഇട്ടിട്ട് അരി പൊന്തി നിൽക്കുകയാണെങ്കിൽ, അരി കാണുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ കാണുന്നില്ലെങ്കിൽ നമുക്ക് വെള്ളം കറക്റ്റാണ് കേട്ടോ, അങ്ങനെ കൂടി നോക്കാം. അങ്ങനെ നോക്കിയാൽ അരി നല്ല കറക്റ്റ് വേവ് മനസ്സിലാവാം. അപ്പോൾ ഇത് വേവണ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കശുവണ്ടി കിസ്മിസ്, നമ്മുടെ ബിരിയാണിയുടെ മുകളിൽ ഇടാനായിട്ടുള്ള കശുവണ്ടി കിസ്മിസ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിസ്ത തയ്യാറാക്കാം. ഒരു സവാള, ഒരു സവാളയുടെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം. അതും കൂടി ഒന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണിയുടെ മസാല തയ്യാറാക്കാം. അപ്പോൾ ആദ്യം 2 വലിയ സവാള കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 2 വലിയ തക്കാളിയാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം ജീരകപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയാണ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് വേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലും പുതിനയിലും കൂടി
ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലയ്ക്ക് ഒരു പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഈ ബീഫ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ബീഫിൻ്റെ മുകളിലായിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഇനി മസാലയുടെ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണ നന്നായി തെളിഞ്ഞ് വരണം. അപ്പോൾ അത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നല്ലപോലെ മസാലയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്, മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ലെയർ ചോറിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് മസാല ഇട്ട് കൊടുക്കുക. അങ്ങനെ പിന്നെ ഒരു ലെയർ ചോറിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനം ഇതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ജിലേബി പാലിൽ മിക്സ് ചെയ്തിട്ട് അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു കളറിന് കേട്ടോ, നല്ലൊരു കളർ നല്ലൊരു ഫ്ലേവറാണ് അത് തരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മൾ വേണ്ടത് നേരത്തെ പൊരിച്ച് വെച്ച ആ കിസ്മിസും കശുവണ്ടിയും കൂടി ഒന്ന് ഇതിന് മുകളിലിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല. അത് നമ്മൾ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് അടച്ച് വെക്കാനായിട്ട് പോവാണ്. അടച്ച് വെച്ചിട്ട് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതയ്ക്കൂലേ, ഒരു ഉരല് പോലത്തെ സാധനം, അത് അതിൻ്റെ മുകളിൽ വെക്കുകയാണ്. ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് വെക്കുന്നത്. നല്ല വെയിറ്റ് ആണല്ലോ സംഭവം. അപ്പോൾ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് 15 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ദമ്മിയാണ് ചെയ്യുന്നത്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, നല്ലൊരു മണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടൊരു രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എൻ്റയർലി ഡിഫറെൻ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഒരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്യാം.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.